സൂപ്പർ ബസാർ മുജാഹിദ് യുവജന കൂട്ടായ്മ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്ന് സൂപ്പർ ബസാറിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു സംവാദ വ്യവസ്ഥയിൽ നമ്മളിരിക്കുകയുണ്ടായി. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സൂപ്പർ ബസാറിലെ KNM വിഭാഗമായിരുന്നു അവരെ വെല്ലുവിളിച്ചുകൊണ്ട് കത്ത് കൊടുത്തത്. ആ കത്ത് ഇപ്രകാരമായിരുന്നു: KNM സൂപ്പർ ബസാർ യൂണിറ്റ് കമ്മിറ്റി വിസ്റ്റം സൂപ്പർ ബസാർ കമ്മിറ്റിക്ക് നൽകുന്ന കത്ത്. സൂപ്പർ ബസാറിലെ മുജാഹിദ് യുവജന കൂട്ടായ്മ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഈ കത്ത്. ഇസ്ലാഹ് മാസികയിലെ P. അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ അമ്പലക്കടവിൻ്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന ലേഖനത്തിൽ താഴെ കാണുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചർച്ച പ്രസ്തുത ഗ്രൂപ്പിൽ നടക്കുകയുണ്ടായി. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തൻ്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കുമോ, ഒരു വെളിച്ചം തരുമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അബൗദ്ധികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടിയുടെ കഴിവിൽ പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അബൗദ്ധികവുമായ ജിന്നിനോട് നടത്തുന്ന ഇത്തരം സഹായാർത്ഥനകൾ തൗഹീദിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധവും ശിർക്കുമാണ് എന്നാണ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ KNM വ്യക്തമാക്കുന്നത്. ഈ വിഷയവുമായി പൊതുമധ്യത്തിൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങൾ ദൂരീകരിക്കുക എന്നതിനായി ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു. കോഴിച്ചന സംവാദത്തിൽ ഇരു വിഭാഗവും എഴുതിയ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. മറ്റു വ്യവസ്ഥകൾ നമുക്ക് എഴുതി കൈമാറുകയും ചെയ്യാം. നിങ്ങൾ ആ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ വാദവും വ്യവസ്ഥയും ചർച്ച ചെയ്യാൻ സൗകര്യമുള്ള 2-3 ദിവസങ്ങൾ അറിയിക്കുമല്ലോ. സൂപ്പർ ബസാർ യൂണിറ്റ് KNM സെക്രട്ടറി. ഇതാണ് നമ്മൾ കൊടുത്ത കത്ത്. ഈ കത്തിന് വളരെ വ്യക്തമായിട്ട് അവർ ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു മറുപടി തന്നിരുന്നത്. അവർ നൽകിയ കത്ത് സൂപ്പർ ബസാറിലെ മുജാഹിദ് യുവജന കൂട്ടായ്മ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയിൽ ബന്ധപ്പെട്ട് KNM നടത്തിയ സംവാദ വെല്ലുവിളി വിസ്റ്റം സൂപ്പർ ബസാർ യൂണിറ്റിൻ്റെ മറുപടി. ഇസ്ലാഹ് മാസികയിലെ അബ്ദുൽ ജബ്ബാർ മൗലവി സമസ്തക്കാർക്ക് മറുപടിയായി എഴുതി കൊടുത്ത ലേഖനങ്ങളിലെ ഒരു ഖണ്ഡിക അടിസ്ഥാനമാക്കിയാണ് സംവാദം നടത്താമെന്ന് സൂപ്പർ ബസാർ KNM സഹോദരങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ 2007 ജബ്ബാർ മൗലവി എഴുതിയ പ്രസ്തുത വരികൾ ഇന്ന് KNM വാദിക്കുന്നത് പോലെ അത് ശിർക്കാണെന്ന് അതുതന്നെ മടവൂർ വിഭാഗം വാദിച്ചിരുന്നു. അതിന് അവരെ ഗണ്ണിച്ചുകൊണ്ട് KGOൻ്റെയും KNMൻ്റെയും നേതൃത്വത്തിൽ മുജാഹിദുകൾ കൊടുത്തത് ഏതാനും മറുപടിയായിരുന്നോ അതേ മറുപടി തന്നെയാണ് പ്രസ്തുത വാദവുമായി വരുന്ന ആൾക്കും ഈ 2026 വിസ്റ്റം വിഭാഗത്തിന് നൽകാനുള്ളത്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇനി അതല്ല, നിങ്ങൾ ഇന്നത്തെ KGO KNM അന്ന് മടവൂരികൾക്ക് നൽകിയ മറുപടിയും അത് മുഖേന മുജാഹിദുകളെ പഠിപ്പിച്ചതും തെറ്റായിരുന്നു എന്നും ജബ്ബാർ മൗലവിയുടെ പ്രസ്തുത പാരഗ്രാഫ് ശിർക്കാണെന്നും എന്നും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകളും സ്വാഭാവികമായി നിങ്ങൾ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. പിന്നീടും അവർ പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതേ വിഷയത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ചകളും സംവാദങ്ങളും മുഖാമുഖങ്ങളും തുടങ്ങിയ നിരവധിയായ പരിപാടികൾ ഇതിനകം തന്നെ നടക്കുകയും അതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ലഭ്യമായതുമാണ്. എന്നിരിക്കെ ഇതേ വിഷയത്തിൽ ഇനിയൊരു സംവാദത്തിന് യാതൊരു പ്രസക്തിയും കാണുന്നില്ല. എന്നിരുന്നാലും ജബ്ബാർ മൗലവിയുടെ പ്രസ്തുത ലേഖനത്തിൽ നിങ്ങൾ കത്തിൽ പരാമർശിച്ച ഭാഗത്ത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഭാഗം, അതായത് ശിർക്ക് ഉണ്ടെന്ന് അത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 1-ാം തീയതി മുതൽ, അതായത് 5/6/2011 വരെ പ്രഗത്ഭരായ പ്രസ്ഥാന നേതാക്കൾ ഈ കേരളക്കരയിൽ പഠിപ്പിച്ച പ്രാർത്ഥനയുടെയും ശിർക്കിൻ്റെയും നിർവചനം അടിസ്ഥാനമാക്കി കാണിച്ചു തരുവാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ അതിനുവേണ്ടിയുള്ള വേദി നിങ്ങൾക്ക് ഒരുക്കാവുന്നതാണ്.
നിങ്ങൾ കൊണ്ടുവരുന്ന പണ്ഡിതന്മാരുമായി സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇതിനാൽ അറിയിക്കുന്നു. ഇതാണ് ഫസ്റ്റ് KNM കൊടുത്ത കത്തിന് വിസ്ഡം സൂപ്പർ സാർ തന്ന മറുപടി. പിന്നീട് ദിവസങ്ങളോളം കഴിഞ്ഞ് ആ ചർച്ചയിൽ നമ്മൾ സംവാദ വ്യവസ്ഥയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള വേറെ ഒരു കത്ത് നമ്മൾ അവർക്ക് കൈമാറിയിരുന്നു. അതിൽ നമ്മൾ പ്രധാനമായും KNMൻ്റെ നേതൃത്വവുമായി ആലോചിച്ച് തന്നെയായിരുന്നു അത്തരം കത്തുകളൊക്കെ നമ്മൾ കൈമാറിയത്. അതിൽ ഒരു അപാകതയും വരാത്ത രീതിയിൽ തന്നെയായിരുന്നു അവരുമായി നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തിരുന്നത്. അതിപ്രകാരമാണ് KNM സൂപ്പർ ബസാർ യൂണിറ്റ് കമ്മിറ്റി വിസ്ഡം സൂപ്പർ ബസാർ കമ്മിറ്റിക്ക് നൽകുന്ന കത്ത്. സൂപ്പർ ബസാർ KNM യൂണിറ്റ് പി അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ അൽ ഇസ്ലായിലെ അമ്പലക്കടവിൻ്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന ലേഖനത്തിലെ പരാമർശവുമായി ബന്ധപ്പെട്ട ഭാഗത്ത് ശിർക്കുണ്ടെന്ന ബോധ്യത്തെ അടിസ്ഥാനമാക്കി വിസ്ഡം സൂപ്പർ ബസാർ യൂണിറ്റിനെ സംവാദ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നല്ലോ. പ്രസ്തുത കത്തിന് നൽകിയ മറുപടിയിൽ സംവാദത്തിന് വെല്ലുവിളിച്ച് സ്വീകരിച്ചതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതായത് ആദ്യം തന്ന കത്തിൽ അവർ സംവാദത്തിന് സ്വീകരിച്ചതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആയതിനാൽ ഇരു വിഭാഗത്തിലെയും പണ്ഡിതന്മാർ തമ്മിൽ നടക്കുന്ന, അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കൊടുത്തിരുന്നു, നടത്തുന്ന സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ നിങ്ങൾ സൗകര്യപ്രദമായ 2-3 ദിവസങ്ങൾ അറിയിക്കുമല്ലോ. ഇതായിരുന്നു നമ്മൾ അവർക്ക് രണ്ടാമത് കൊടുത്ത കത്ത്. അതിനവർ തന്ന മറുപടി സൂപ്പർ ബസാർ കമ്മിറ്റി വിസ്ഡം സൂപ്പർ ബസാർ കമ്മിറ്റിക്ക് നൽകിയ രണ്ടാം കത്തിനുള്ള മറുപടി. ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിലെ പ്രസ്തുത പരാമർശവുമായി ബന്ധപ്പെട്ട സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ കത്തിന് ഞങ്ങൾ തയ്യാറാണെന്നുള്ള മറുപടി ഇതിനു മുമ്പ് ഞങ്ങൾ തന്നതാണ്. മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ പണ്ഡിതന്മാരുമായി പല സംവാദങ്ങളിലും കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതായത് ഒരുപാട് സംവാദം നടന്നിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ജബ്ബാർ മൗലവിയുടെ പ്രസ്തുത ലേഖനത്തിൽ ശിർക്കില്ല എന്ന് മനസ്സിലാക്കാൻ സത്യാന്വേഷികൾക്ക് അത് തന്നെ ധാരാളമാണ്. അതായത് ഒരുപാട് സംവാദങ്ങൾ നടന്നിട്ടുണ്ടെന്നും ആ സംവാദങ്ങൾ തന്നെ മതിയാവും എന്നാണ് ഇവർ പറയുന്നത്. എങ്കിലും സൂപ്പർ ബസാറിലെ KNM സഹോദരങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ, അതായത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊണ്ടുവരുന്ന ഏത് പണ്ഡിതന്മാരും, അതായത് മൗലവിമാരുമായും സംവദിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. 5/6/2011 വരെ ഈ കേരളക്കരയിൽ മുജാഹിദ് നേതാക്കന്മാർ പഠിപ്പിച്ച ശിർക്കിൻ്റെയും പ്രാർത്ഥനയുടെയും നിർവചനം അടിസ്ഥാനമാക്കി നിങ്ങൾ പറയുന്ന സ്ഥലത്ത്, നിങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ പ്രത്യേക അസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നടത്താവുന്നതാണ്. വ്യവസ്ഥ എഴുതാൻ ഞങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ദിവസം പറഞ്ഞാൽ മതി. അതായത് അവരോട് ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ മതി, എന്നാൽ ഞങ്ങൾ റെഡിയാണെന്നാണ് അവർ രണ്ടാമത്തെ കത്തിന് മറുപടിയായി നൽകിയത്. ഇതാണ് സൂപ്പർ ബസാറിൽ സംഭവിച്ച, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച ആകെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതിനാണ് ഇന്ന് നമ്മളിവിടെ സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ അവർ വരികയും ആ വ്യവസ്ഥയിൽ ഈ കത്ത് മുഖാന്തരം, ഈ കത്തിലവർ എന്താണോ നമ്മളോട് പറഞ്ഞേറ്റത് അത് ഇവിടെ വെച്ച് അവർ സമ്മതിക്കാതെ വരികയും KGOൻ്റെ ലെറ്റർ കിട്ടിയാലേ ഞങ്ങൾ ഇനി വ്യവസ്ഥ എഴുതുള്ളൂ എന്ന് അവർ പറഞ്ഞ് തടി തപ്പുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അവരങ്ങനെ ഒരു വാദം അവർക്കുണ്ടെങ്കിൽ അവർ തന്ന രണ്ടാമത്തെ കത്തിലോ ഒന്നാമത്തെ കത്തിലോ അല്ലെങ്കിൽ ഔദ്യോഗികമായി വേറെ ഒരു ലെറ്ററിലോ KNMുമായി ചർച്ച ചെയ്യാനോ അവർക്ക് കൊടുക്കുവാനോ ഒന്നും അവർ തയ്യാറായിട്ടില്ല. അതാണ് സത്യം. അതാണ് ഈ വിഷയവുമായി ഈ ഒരു പ്രദേശവാസി എന്നുള്ള നിലക്ക് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. പിന്നെ ഒരു പ്രധാന ഭാഗം നമ്മൾ വിട്ടുപോയത്, നമുക്കറിയാം ഓരോ സംവാദങ്ങളും വ്യവസ്ഥകളും ചർച്ചകളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും ഇരുവിഭാഗത്തിൻ്റെയും പണ്ഡിതന്മാർ ഇരിക്കുമ്പോൾ ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യും. ഇൻഷാ അല്ലാഹ് ഈ KNMും നടത്തുന്ന ഈ പ്രോഗ്രാമിൽ നമ്മൾ അവരോടൊക്കെ കൂടിയിരുന്ന് ആലോചിച്ച് ചെയ്തതായിരുന്നു. 10 ഓഡിയൻസ്, ഒരു മധ്യസ്ഥൻ, അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നസീഹത്തോടു കൂടി ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഈ പ്രോഗ്രാമിൽ ഒരു മധ്യസ്ഥനൊന്നും ഇല്ലാതെ അലങ്കോലപ്പെട്ട് എന്ന് അവർ പറയുന്ന ഈ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് KNMൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അപാകതയും സംഭവിച്ചിട്ടില്ല. തലേന്ന്, അതായത് ഇന്നലെ രാത്രിയാണ് അവരെ ഒരു പ്രവർത്തകൻ വരികയും നമുക്ക് ഓഡിയൻസ് വേണ്ട, കാരണം ഞങ്ങളെ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഓഡിയൻസ് ഉണ്ടായാൽ
പരിപാടിക്ക് എന്തെങ്കിലും അപാകത സംഭവിക്കും, അത് നടക്കാതെ പോകും. അതുകൊണ്ട് ഓഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതി, 10 ഓഡിയൻസ് ഒന്നും വേണ്ട, മധ്യസ്ഥം വേണ്ട എന്നൊക്കെ പറയുകയും 4 പണ്ഡിതന്മാരെ ഉൾപ്പെടുത്തി നല്ല വിപുലമായൊരു ചർച്ചക്കായിരുന്നു കേന്നം രൂപം കൊടുത്തത്. അത് 3ആക്കി ചുരുക്കുകയും ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങളാണ് ഇന്നിവിടെ നടന്നത്. നമുക്കറിയാം, ഈ മൗലവി പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യക്തമായി അവർ ആസൂത്രിതമായായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഈ കോലത്തിലെത്തിച്ചത് എന്ന് നമുക്കറിയാം. ഇതൊക്കെ പ്രവർത്തകരായ ആളുകളും സാധാരണക്കാരും ഒക്കെ വളരെ നല്ല രീതിയിൽ എടുക്കുകയും ഇതിൽ സത്യസന്ധമായ ഒരു ചിന്തക്ക് വിധേയമാക്കുകയും ഈ പ്രോഗ്രാം കേൾക്കുകയും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, അവരുടെ പണ്ഡിതന്മാരെ കിട്ടാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ നമ്മളെ നാട്ടിലുള്ള സഹപ്രവർത്തകർ, ഈ വ്യവസ്ഥ എഴുതാൻ വന്ന നിസ്തത്തിൻ്റെ പ്രവർത്തകർ, നമുക്കറിയാം അവർ നിസ്സഹായകരാണ്. അവർ ഈ വ്യവസ്ഥ എഴുതുന്ന ഡേറ്റ് കൊടുത്തിട്ട് ആഴ്ചകളോളം ആ ഡേറ്റ് തരാതെ വരികയും ആ ഡേറ്റ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അത് ബന്ധപ്പെട്ട് തരണമെന്ന് നിരന്തരം നമ്മുടെ കേന്ദ്രമിൻ്റെ പ്രവർത്തകർ അവരുമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്തപ്പോഴാണ് അവസാനം അവർ നമ്മുടെ ഒരു പ്രവർത്തകനോട് പറഞ്ഞ നിസ്സഹായ വാക്ക് ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. അവർ പറഞ്ഞത്, ഞങ്ങളെ പണ്ഡിതന്മാർ ഇബാദത്തിലാണ്, പണ്ഡിതന്മാർ പിരിവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ തിരക്കാക്കരുത്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഡേറ്റ് തരാം, നമുക്കത് ഭംഗിയായി നടത്താം എന്നൊക്കെയുള്ള വളരെ പ്രതീക്ഷ നൽകുന്ന തീരുമാനങ്ങളിലായിരുന്നു അവരുണ്ടായിരുന്നത്. എന്തോ എന്നറിയില്ല, അവരുടെ പണ്ഡിതന്മാരെ ഇടപെട്ടത് കൊണ്ടാണോ എന്നറിയില്ല, ഇന്നലെ രാത്രി അവർ തന്നെ നിസ്സഹായരായി ഈ പ്രോഗ്രാം ഇങ്ങനെ ആയിത്തീർക്കാനുള്ള കാരണക്കാർ അവരല്ല, പാവപ്പെട്ട പ്രവർത്തകരാണ് അവർ ഇങ്ങനെ ചെയ്യാനുണ്ടായ കാരണം അവരുടെ പണ്ഡിതന്മാരാണ് എന്നും കൂടി ഇതിൽ കൂട്ടി വായിക്കണം. അള്ളാഹു സത്യസന്ധമായി ദീൻ പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കട്ടെ. ഇവിടെ പറഞ്ഞ സംസാരങ്ങളിലൊക്കെ നസീഹത്ത് മാത്രമേ ഈ കേന്ദ്രമിൻ്റെ ഇതിൻ്റെ സംഘാടകർക്കുള്ളൂ. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. KNM സൂപ്പർ ബസാർ യൂണിറ്റ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സൂപ്പർ ബസാർ യൂണിറ്റുമായി നടത്തിയ കത്ത് ഇടപാടുകൾ, സംവാദവുമായി ബന്ധപ്പെട്ട കത്ത് ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഞാനും സാലിഷ് വാടാനപ്പള്ളിയും ഇവിടെ സൂപ്പർ ബസാറിൽ എത്തിയത്. അഥവാ KNMൻ്റെ ജമിയത്തുലമിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഞങ്ങളിവിടെ എത്തിയത്. അതിനു മുമ്പായി നമ്മൾ അവർ നൽകിയ കത്തിടപാടുകൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. KNM സൂപ്പർ ബസാർ യൂണിറ്റ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സൂപ്പർ ബസാർ യൂണിറ്റ് നൽകിയ കത്തും ആ കത്തിന് കിട്ടിയ മറുപടി, വീണ്ടും കത്ത്, ആ കത്തിന് കിട്ടിയ മറുപടി, ഇത് അടിസ്ഥാനത്തിൽ ഒരു വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇവിടെ എത്തിയതനുസരിച്ച് നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ 3 ആളുകൾ വരികയും ചെയ്തു. വന്നു കഴിഞ്ഞ് ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവാദത്തിനിരുന്നപ്പോൾ ഒരു വിചിത്രമായ സംഭവത്തിലേക്ക് പെട്ടെന്ന് വഴിമാറുന്നതാണ് കണ്ടത്. അപ്പോൾ ആദ്യമായി അവർ വ്യവസ്ഥ വെച്ചത് ഇവിടെ മധ്യസ്ഥന്മാർ പാടില്ല, 3 ആളുകൾ മാത്രമേ പാടുള്ളൂ എന്നൊക്കെ തലേന്ന് രാത്രി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. മധ്യസ്ഥന്മാരില്ലാതെ ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രയാസം നമുക്കറിയാം. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിലെ സമയ നിയന്ത്രണങ്ങൾ, ഇതൊന്നും പാടില്ല. ഇതെല്ലാം ഏകപക്ഷീയമായിട്ട് അവർ തീരുമാനിക്കുകയാണ് ചെയ്തത്. അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഈ സംവാദം നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ പ്രവർത്തകരോട് നമ്മളും പറഞ്ഞു, അവരും പറഞ്ഞു, അവർ പറയുന്ന ആ നിർദ്ദേശങ്ങൾ പാലിക്കുകയും എങ്ങനെയെങ്കിലും ഈ വ്യവസ്ഥയ്ക്ക് വേണ്ടി നമ്മളൊരു സംവാദത്തിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ഇവിടുത്തെ പ്രവർത്തകന്മാർ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആരും ഇരിക്കുന്നില്ല, എന്തായാലും നിങ്ങൾ വന്ന് അതിരിക്കണം എന്നവരോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം സംവാദത്തിൻ്റെ വേദിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ സജീവമായൊരു പ്രവർത്തകൻ, അയാൾ ഈ സ്റ്റേജിൽ നിന്ന്, ഇവിടെ നിന്ന് സദസ്സിൽ നിന്ന് എണീറ്റ് പോകണം എന്നാണ് പിന്നെ ആവശ്യപ്പെട്ടത്. വളരെ വിചിത്രമായി തോന്നി എൻ്റെ ജീവിതാനുഭവത്തിൽ. അദ്ദേഹത്തെ അവർ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതും KNM വിഭാഗത്തിൽ നിന്നുള്ള ഇവിടുത്തെ സജീവമായ പ്രവർത്തകൻ അയാളെപ്പറ്റി എന്തോ ആരോപിച്ചു, അയാളോട് പോകണമെന്നാണ്, അയാളും പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ പറയുന്നത് വ്യവസ്ഥക്കല്ല, വ്യവസ്ഥയ്ക്കുള്ള ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് KJU കേരള ജമിയത്തുൽ ഉലമയുടെ കത്ത് വേണം എന്നതാണ് ഒന്നാമത്തെ വ്യവസ്ഥ എന്നാണ്. അപ്പോൾ നമ്മൾ അവരോട് വളരെ കൃത്യമായിട്ട് ചോദിച്ചു, നിങ്ങൾ എഴുതിയ കത്തുകൾ കൈമാറിയതിനെവിടെയും കേരള ജമിയത്തുൽ ഉലമയുടെ കത്ത് ഉണ്ടായെങ്കിലേ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാകൂ എന്നും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ സംവാദ വ്യവസ്ഥയ്ക്ക് തന്നെ ഇരിക്കുള്ളൂ എന്ന ഒരു വ്യവസ്ഥ പോലും നിങ്ങൾ ഇതുവരെയായിട്ട് അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് അറിയിച്ചിട്ടില്ല, രേഖാമൂലമോ അല്ലാതെ ഒരു നിലക്കും അറിയിച്ചിട്ടില്ല.
ഇതിനെ നേതൃത്വം വഹിച്ച അയാളോട് ചോദിച്ചു, ഇന്നലെ രാത്രി വരെ അവരോട് സംസാരിച്ചിട്ടും സംവാദത്തിൻ്റെ ഒരു കണ്ടീഷനായി കേരള ജമിയത്തുൽ ഉലമയുടെ കത്ത് അവരാവശ്യപ്പെട്ടിട്ടില്ല എന്നാണ്. പക്ഷേ ഇവർ കേരള ജമിയത്തുൽ ഉലമയുടെ കത്ത് നിർബന്ധമായിട്ടുണ്ടാകില്ല, ഞങ്ങൾ സംവാദ വ്യവസ്ഥയ്ക്ക് തന്നെ ഉണ്ടാകുള്ളൂ എന്ന് പറയുകയും സംവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. വിചിത്രമായി വാദം കേട്ടപ്പോൾ വീണ്ടും നമ്മൾ ആലോചിച്ച് എങ്ങനെയെങ്കിലും അവരുടെ സംവാദത്തിലുള്ള സബ്ജക്റ്റിലേക്ക് അവർ വന്നു. 2007 അൽ ഇസ്ലാം മാസികയിൽ വന്ന അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഉദ്ധരണിയാണ് ഇതിൻ്റെ ബേസ്, അത് മാത്രമാണ് സംവാദത്തിനത് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഞങ്ങളും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അബൗദികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന എല്ലാ സഹായാർത്ഥനയും അത് ശിർക്കാണ് എന്ന കേരള നേതൃത്വം അതിൻ്റെ വാദം തന്നെയാണല്ലോ. അത് തന്നെയാണ് 2007 ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൻ്റെയും ഉള്ളടക്കം എന്നും. കോഴിച്ചൻ സംവാദത്തിൽ ഇതിന് തെളിവായി നിങ്ങൾ സൂറത്തുൽ അൻആമിലെ 128 ആയത്ത് ഓതി, അത് ദുർവ്യാഖ്യാനമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റൂല, അദൃശ്യവും അബോധികമായ ജിന്ന് സൂറത്തുൽ അൻആമിലെ 128 ആയത്ത് അതൊന്നും സംവാദ വ്യവസ്ഥയാക്കാൻ, സംവാദത്തിലുള്ള അതിൻ്റെ വിഷയമാക്കാൻ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ എന്ത് ചെയ്യാം, സൂറത്തുൽ അൻആം 128 ആയത്ത് സംവാദ വിഷയമായി നമ്മൾ എന്തായാലും അതും ഒഴിവാക്കാം. അൽ ഇസ്ലാഹ് മാസികയിലെ ലേഖനത്തോടനുബന്ധിച്ച് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്നുള്ള സഹായാർത്ഥന ശിർക്കാണ് എന്ന്. അപ്പോൾ വീണ്ടും ആ വാദത്തിൽ നിന്ന് വീണ്ടും അവർ പറയുകയും അവസാനം അവരെഴുതി തന്ന ഇതിൻ്റെ അടിയിൽ നിങ്ങൾ ഒപ്പിട്ട് തന്നാൽ മതി, അത് ഞങ്ങൾ അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഉടനെ സാലിസ് വാടാനപ്പള്ളി അവരെഴുതിയ പേപ്പർ ചോദിച്ചു, പേപ്പർ തരാൻ അവർ വിസമ്മതിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ എവിടെ ഒപ്പിടുന്നു, നിങ്ങൾ തന്നാലല്ലേ നിങ്ങളുടെ വാദം നിങ്ങൾ എഴുതി അതിൻ്റെ അടിയിൽ ഞങ്ങൾക്ക് ഒപ്പിടാൻ വേണ്ടി നിങ്ങളതൊന്ന് തരൂ, എന്നാലല്ലേ അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് തരാൻ പറ്റുള്ളൂ എന്നാണ് പിന്നെ പറഞ്ഞത്. അവസാനം ഞങ്ങൾ നിർബന്ധിച്ച് അവരോട് ചോദിച്ച് മേടിച്ചു, അവരാ ലെറ്റർ തന്നു. അവരെഴുതിയ ആ വ്യവസ്ഥ എങ്ങനെ എഴുതണമെന്നത് അവർ തന്നപ്പോൾ അതിൻ്റെ അടിയിൽ സാലിസ് വാടാനപ്പള്ളി അതും എഴുതി ഒപ്പിട്ട് കൊടുത്തു. നിങ്ങൾ എഴുതിയതിൻ്റെ അടിയിൽ ഇതിന് ഞങ്ങൾ ഇത് ഷിർക്കാണ് എന്ന് എഴുതി ഒപ്പിട്ട് തന്നാൽ മതി, അതിൻ്റെ അടിയിൽ അതും എഴുതി ഒപ്പിട്ടോളൂ. അത് സൂപ്പർ ബസാർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സെക്രട്ടറിയാണ്, അയാളാണിത് പറയുന്നത്. അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുൽഫി എന്ന് പറയുന്ന സുഹൃത്ത് പറഞ്ഞു, അതെങ്ങനെ നിങ്ങളങ്ങോട്ട് ഒപ്പിട്ട് കൊടുക്കുക എന്നായി. പിന്നെ ആ ഒപ്പിട്ട് കൊടുക്കൽ അവർ തമ്മിലായി തർക്കം, അവർ തമ്മിൽ ഒരു കോർഡിനേഷനും ഇല്ലാതെ അവർ തമ്മിൽ തന്നെ ഒരാൾ ഒപ്പിട്ട് കൊടുക്കാൻ പറയാ, ഒരാൾ ഒപ്പിട്ട് കൊടുക്കണ്ടെന്ന് പറയാ. ഇവരാണ് ഇപ്പോൾ കേരള ജമിയത്തുൽ ഉലമയുടെ കത്ത് ആവശ്യപ്പെടുന്നത്. അവസാനം എന്തായി, ആ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ഒപ്പിട്ടതുകൊണ്ട് കാര്യമല്ല, കേരള ജമിയത്തുൽ ഉലമയുടെ കത്ത് വേണം. ഈ ഒരു അവസ്ഥാവിശേഷത്തിൽ ഇന്നാലും നമുക്ക് ദോഷമില്ല, നമ്മൾ എന്തായാലും സംവാദത്തിന് ഈ വിഷയവുമായി ഒരു സംവാദം നിർബന്ധമായിട്ട് വേണം. അവരുടെ വാദം കേരളത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കൽ ഷിർക്കല്ലാത്തൊരു സഹായാർത്ഥന മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്നിനോടുണ്ട് എന്നവരുടെ വാദം കേരളക്കരയിലുള്ള നമ്മുടെ പ്രവർത്തകരെ അറിയിക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾ ഇവരുടെ വിശ്വാസവും ഇവരുടെ ഉള്ളിലിരുപ്പും എന്താണെന്ന് അറിയേണ്ടതുണ്ട് എന്നതുകൊണ്ട് വീണ്ടും നമ്മൾ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ പറയുന്നത് ഏതായാലും നിങ്ങളുടെ കത്തുകളിൽ ഈ ഒരു കാര്യമില്ലാത്തതുകൊണ്ട് ഇന്ന് എന്തായാലും ആ കത്ത് ലഭ്യമാവുക സാധ്യമല്ല. ഇന്ന് വ്യവസ്ഥ എഴുതാതെ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത് ശരിയല്ല. നമ്മൾ ഇത്രയും ദൂരത്തു നിന്ന് വന്ന് രണ്ട് കൂട്ടരും ഇരുന്നിട്ട് ഒരു വ്യവസ്ഥ തയ്യാറാക്കാതെ പിരിയുക എന്നത് വലിയ വിഷമമുള്ള കാര്യമാണ് എന്നതുകൊണ്ട് ഒന്നാമത്തെ കണ്ടീഷനായിട്ട് എഴുതാം, എന്ത്, സംവാദ ദിവസത്തിൽ അഥവാ എന്നാണോ നമ്മൾ സംവാദം നടക്കുന്നത് ആ ദിവസത്തിൽ കേരള ജമിയത്തുൽ ഉലമ ഈ പറയുന്ന കാര്യത്തിൽ ഒരു ലെറ്റർ KGU തരാം, വിസ്ഡം വിഭാഗത്തിൽ നിന്നും ഒരു ലെറ്റർ കൊണ്ടുവരിക, അതിനുശേഷം സംവാദം ആരംഭിക്കുക. ഇത് നമ്മൾ ഈ വ്യവസ്ഥയിലെ ഒന്നാമത്തെ വ്യവസ്ഥയായിട്ട് നിങ്ങൾ എഴുതി ചേർത്തോളൂ. രണ്ടാമത്തെയും മൂന്നാമത്തെയും വ്യവസ്ഥകൾ വിഷയവും അതിൽ ആളുകളും തീരുമാനിച്ച് നമുക്ക് വ്യവസ്ഥ എഴുതുക എന്ന് പറഞ്ഞപ്പോൾ അതും പറ്റൂല. KJയുടെ ലെറ്റർ സംവാദത്തിൻ്റെ ആ ദിവസം നമ്മൾ നൽകാമെന്ന് സമ്മതിച്ചപ്പോൾ അതും പറ്റില്ല എന്ന് അവർ പറയുകയും സംവാദത്തിൽ നിന്ന് ഏത് വിധേനയും രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളുടെ ഭാഗത്ത് പല വിട്ടുവീഴ്ചകളും ചെയ്തെങ്കിലും ഈ വിസ്ഡം സഹോദരന്മാർ അവരുടെ നേതൃത്വം അവരെ കൈവെടിഞ്ഞത് നിമിത്തം അവർ നിസ്സഹായരാണ്. അവർക്ക് മുകളിൽ നിന്നും ശക്തമായ നിർദ്ദേശങ്ങളുള്ളതുകൊണ്ടും ഒരു സഹായം ലഭിക്കാത്തതുകൊണ്ടും ഈ പാവപ്പെട്ട 2-3 പ്രവർത്തകർ നമ്മുടെ മുമ്പിൽ വന്ന് അവരൊന്നുമില്ലാതെ ഒരു സമുദായത്തിൻ്റെ മുമ്പിൽ ഒരു സംവിധാനം ഈ രൂപത്തിലാകുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായ ഒരു സങ്കടകരമായ കാഴ്ചക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് എന്ന് അറിയിക്കുകയാണ്. ഈ കാര്യത്തിൽ നമുക്ക് വളരെയധികം വിഷമമുണ്ട്.
നമുക്ക് പ്രയാസമുണ്ട്. മുസ്ലിം ഉമ്മത്ത് ജിന്നിനോടുള്ള ഒരു സഹായാർത്ഥന, ജിന്നിനോട് ഗത്യന്തരമില്ലാത്ത അപകടഘട്ടങ്ങളിലും ഒക്കെയുള്ള സഹായാർത്ഥന ശിർക്കല്ല എന്ന് വരുത്തി തീർക്കാൻ, ശിർക്കല്ല എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ശ്രമിക്കുന്നു എന്നത് സങ്കടകരമാണ്. എന്തായാലും റബ്ബിൻ്റെ മുമ്പിൽ നാളെ പരലോകത്തിൽ ഇതിൻ്റെ നേതൃത്വവും ഈ പണ്ഡിതന്മാരും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞങ്ങൾക്കൊരു ഒഴുതുർ പറയാൻ ഒരു ഒഴികഴിവ് പറയാനെങ്കിലും ഈ ഒരു സംവിധാനം അതിന് സാധ്യമായി എന്നതിലാണ് ഞങ്ങൾക്ക് സന്തോഷം. അള്ളാഹു ഞങ്ങളുടെ ദൗത്യം ഞങ്ങളെ ഇതിൽ നിർവഹിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സമുദായത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ദൗത്യം, ഞങ്ങളുടെ പണ്ഡിതന്മാർ ആ ദൗത്യം നിർവഹിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കതിൽ അല്പമെങ്കിലും ആശ്വാസമുണ്ട് എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന അവരുടെ പ്രവർത്തകർക്ക് അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അവരോട് യാതൊരു വിഷമവുമില്ല. പക്ഷേ അവർ അള്ളാഹുവിൻ്റെ ഹിദായത്തിന് വേണ്ടി അവർക്ക് ഞങ്ങൾ സദാസമയം പ്രാർത്ഥിക്കും. അവരുടെ പണ്ഡിത നേതൃത്വം ഇനിയെങ്കിലും മടങ്ങുകയും ചിന്തിക്കുകയും ചെയ്യണം. സമയം വൈകിട്ടൊന്നുമില്ല. ഇങ്ങനെ ഈ പ്രവർത്തകന്മാരിട്ട് വിഷമിപ്പിക്കരുത് എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ ഉണർത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ യഥാർത്ഥ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.